ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നെയിം പഞ്ചമി എന്നാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണേ. അപ്പൊ എല്ലാരും വായോ, നമുക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ അക്ഷരം പി ആണ് കേട്ടോ. പിയിൽ നമ്മൾ എടുത്തേക്കുന്നത് പൈനാപ്പിൾ ജ്യൂസ് ആണേ. ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിന് വേണ്ടിയിട്ട് പാഴ്സൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പി എന്നുള്ള അക്ഷരത്തിൽ പൈനാപ്പിൾ ജ്യൂസ് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എ ആണ് കേട്ടോ. നമ്മൾ എയിൽ ഇവിടെ എടുത്തേക്കുന്നത് അരവണ പായസമാണ്. ഇതിനെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ജാതി മത ഭേദമന്യേ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമില്ല അരവണ. അങ്ങനെ ഈ വർഷം കിട്ടാത്തവരൊന്നും കൊതി വിട്ടേക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എ വെച്ച് അരവണ പായസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പൊ അടുത്ത ലെറ്റർ വരുന്നത് എൻ ആണ് കേട്ടോ. എന്നിൽ നമ്മൾ എടുത്തേക്കുന്ന നമ്പാട്ടിയുടെ വേഫർ ആണ്. സ്ട്രോബെറിയുടെ ഫ്ലേവർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അതെ, എന്നുള്ള ലെറ്റർ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പൊ അടുത്ത ലെറ്റർ വരുന്നത് സി ആണ് കേട്ടോ. നമ്മൾ സി വെച്ച് ഇവിടെ എടുത്തേക്കുന്നത് കുക്കുംബർ ആണേ. കുക്കുംബർ എടുത്ത് കാണിക്കുന്ന വഴിക്ക് തന്നെ ഒരെണ്ണം താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എന്റെ ഈ എക്സ്പ്രഷൻ. ഞാൻ ഈ കുക്കുംബർ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ പുളിയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്തായിരുന്നു കേട്ടോ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ സി എന്നുള്ള ലെറ്റർ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ വരുന്നത് എച്ച് ആണ്. എച്ച് വെച്ച് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഹോർലിക്സിന്റെ ബിസ്ക്കറ്റ് ആണ്. ഈ 2-3 ദിവസം തൊട്ട് കൊതുകിന്റെ ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്റെ ചുറ്റിനും കൊതുകൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് കൊതുകുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എച്ച് വെച്ച് ഹോർലിക്സിന്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ എച്ച് എന്നുള്ള ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന അമൂല്യയുടെ പാൽപ്പൊടിയാണ് കേട്ടോ. ഇത് കൈവച്ച് പഠിക്കാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എന്റെ പല്ലെന്നുള്ള ആയുധം ഇവിടെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ കയ്യിലിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് നമുക്ക് നെസ്റ്റ് അടിക്കുന്ന ഒന്നും തന്നെയല്ലേ. അമ്മമാരൊക്കെ കാണാതെ നമ്മൾ ഒളിച്ചും പാത്തും ഒക്കെ പാൽപ്പൊടി കഴിക്കുന്നില്ലേ. അതും കയ്യിലൊക്കെ ഇട്ടിങ്ങനെ നക്കിനൊക്കെയല്ലേ കഴിക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എ എന്നുള്ള ലെറ്ററും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എം ആണ്. എമ്മിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് മാസയാണ്. അങ്ങനെ നമ്മൾ എം എന്നുള്ള ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ വരുന്നത് ഐ ആണ്. ഐയിൽ നമ്മൾ എടുത്തേക്കുന്നത് ഐസ് കാൻഡി ആണ്. ഞാൻ ഐസ്ക്രീമിന്റെ കവർ പൊട്ടിക്കാൻ കേട്ടോ. പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു ട്വിസ്റ്റ് കാണാവേ. ഐസ്ക്രീം വാങ്ങി വെച്ചിട്ട് തന്നെ കുറെ നേരം ആയി കേട്ടോ. അപ്പോഴത്തേക്ക് അത് അല്ലെങ്കിൽ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പാതിയാണ് കേട്ടോ കിട്ടിയത്. ബാക്കിയൊക്കെ വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ചുണ്ടായിരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് കണ്ടിട്ട് ഇപ്പോഴും ചിരി മാറിയിട്ടില്ല. അതാണ് കേട്ടോ വീടിക്കകത്ത് ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ നെയിം മീറ്റിംഗ് ചാലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വെറൈറ്റി ചാലഞ്ചസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടേക്കണേ. ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമ്മുടെ ഡെയിലി വ്ലോഗ് 34ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ ചെയ്യുമ്മ.